ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതാ പാത്രം വെച്ച് ചൂടായ ഉടനെ തന്നെ നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ കറിവേപ്പിലേനെ ആഡ് ചെയ്യും കേട്ടോ. പിന്നെ അതാ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കൂടെ ചേർക്കും കേട്ടോ. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് അധികം ഇട്ടിരിക്കുന്നത്. ശേഷം കടുകും ഉലുവയും ചൂടാക്കി പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും വിനാഗിരി ഒഴിക്കണം. ഞാൻ കുറച്ചധികം വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മാങ്ങയ്ക്ക് അത്ര പുളിയില്ല കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും തിളച്ച വെള്ളം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് ചേർക്കുന്നത്. ഈ ഗ്രേവി ഒന്ന് തണുത്തൊക്കെ വരണം. അപ്പം മാങ്ങ ഞാൻ ഓൾറെഡി തന്നെ ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കായിരുന്നു കേട്ടോ. ഇതൊന്ന് തണുത്തപ്പോഴത്തേനും അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് മാങ്ങാച്ചാർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.